കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone. Welcome to IGNO Focus 5.0. IGNO മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ BA സൈക്കോളജിയിലെ BPCC 101 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സെഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാല് പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ഹൈ മാർക്സ് ഹീൽഡ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസിനെയാണ് നമ്മൾ നോക്കുന്നത്. അതായത് എക്സാം റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റിനെ ഫോക്കസ് ചെയ്യാൻ ഉള്ള ഒരു സെഷനാണ് ഈ സെഷൻ. സോ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ സിലബസ് മാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് ഒരുപാട് മുൻകാല ചോദ്യപേപ്പർ ഒക്കെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്, അതുപോലെ എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്സ് ആണ് വരുന്നത്, ഇതൊക്കെയാണ് എക്സാം പാറ്റേൺ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റെക്കറിംഗ് വെച്ചാൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് എക്സാമിനർ ഫേവറേറ്റ്സ്. ചില ക്വസ്റ്റ്യൻസ് നമുക്കറിയാം ഒരുപാട് തവണ ഒരുപാട് പേപ്പറിൽ നമ്മൾ കാണാൻ കഴിയും. സോ അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഓരോ ബ്ലോക്ക് വൈസ് ഓരോ ടോപ്പിക്ക് എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര ടൈംസ് നമ്മൾ കണ്ടിട്ടുണ്ട് പേപ്പേഴ്സിൽ, മുൻകാല പേപ്പേഴ്സിൽ എത്ര പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള പ്രോബബിലിറ്റി ആൻഡ് അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇതൊക്കെ നോക്കിയിട്ട്. ഇനി മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ, ഫുൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്കറിയാം പ്രീവിയസ് ടീനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ തയ്യാറാക്കുന്നുണ്ട്. ഇനി വരുന്നത് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. മോഡൽ ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിന് സാമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ്, അതായത് ഇഗ്നോന്റെ സ്റ്റൈലിൽ നമ്മളൊരു സാമ്പിൾ ആൻസേഴ്സ് വിത്ത് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് നമ്മുടെ സിലബസ്, ഒഫീഷ്യൽ ഇഗ്നോന്റെ സിലബസ്, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയുടെ ഒഫീഷ്യൽ സിലബസ് നോക്കിയിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ ടോപ്പിക്കിനും മാർക്ക് ബേസ്ഡ് എത്ര വെയിറ്റേജ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് നന്നായിട്ട് യൂസ് ചെയ്ത് പഠിക്കാനൊക്കെ നന്നായിട്ട് ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ ഇനി ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. ഓക്കെ, സോ ഇതില് നമ്മൾ ഓരോ ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ആൻഡ് അതിന്റെ റെലവൻസും കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ. സോ അതിൽ യൂണിറ്റ് 1 ഡെഫിനിഷൻ, ഗോൾസ് ആൻഡ് നേച്ചർ ഓഫ് സൈക്കോളജി, പിന്നെ സൈക്കോളജി എസ് എ സയൻസ് 8 പ്രാവശ്യം ടേമിന്റെ എക്സാമിനേഷൻ പാസ് പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട് ആൻഡ് അതിന്റെ റെലവൻസ് മീഡിയം ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷനിൽ യൂണിറ്റ് 1 തന്നെ മേജർ സ്കൂൾസ് ഓഫ് പെർസ്പെക്റ്റീവ്സ്, സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്കൂൾസ് ഓഫ് സൈക്കോളജി 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ റെലവൻസും മീഡിയം ആണ്. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ യൂണിറ്റ് 1 സൈക്കോളജി ആൻഡ് റിലേറ്റഡ് ഡിസിപ്ലിൻസ്, അതായത് സോഷ്യോളജി, ബയോളജി, എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരുപാട് ഡിസിപ്ലിൻസ് ഉണ്ട്. ആ ടോപ്പിക്ക് നമുക്ക് 5 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ആൻഡ് അതിന്റെ റെലവൻസ് ഓൾസോ മീഡിയം ആണ്. ആൻഡ് ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 വരുമ്പോൾ മെത്തേഡ്സ് ഓഫ് സൈക്കോളജി, നമുക്കറിയാം കേസ് സ്റ്റഡീസ് ഉണ്ട്, സർവേസ് ഉണ്ട്, എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് ഉണ്ട്. ഇതൊക്കെ 9 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ആൻഡ് അതിന്റെ റെലവൻസും മീഡിയം ആണ്.
ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 2 ബ്രാഞ്ചസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് സൈക്കോളജി 7 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതിന്റെ റെലവൻസ് മീഡിയ ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 എത്തിക്സ് ഓഫ് സൈക്കോളജിക്കൽ എൻക്വയറി 3 ടൈംസ് മാത്രമേ അവിടെ അപ്പിയർ ചെയ്തിട്ടുള്ളൂ. റെലവൻസ് ലോ ആണ്. ഇനി ബ്ലോക്ക് 2 കിടക്കുമ്പോൾ ബയോ ആൻഡ് പെർസെപ്ച്വൽ പ്രോസസ്സസ് യൂണിറ്റ് 3 വരുമ്പോൾ ന്യൂറോൺ, നെർവ് ഇമ്പൾസ് ആൻഡ് സിനാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് 6 ടൈംസ് വന്നിട്ടുണ്ട്. അതിന്റെ റെലവൻസ് മീഡിയ ആണ്. അതുപോലെ ബ്ലോക്ക് 2 ബയോ ആൻഡ് പെർസെപ്ച്വൽ പ്രോസസ് യൂണിറ്റ് 3 സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ഒരു മീഡിയം റെലവൻസ് ആണ്. അതായത് 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി യൂണിറ്റ് 3 വരുമ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം ആൻഡ് ബിഹേവിയർ വളരെ ലോ ആയിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. 4 ടൈംസ് മാത്രമേ അപ്പിയർ ചെയ്തിട്ടുള്ളൂ. ആൻഡ് യൂണിറ്റ് 4 വരുമ്പോൾ സെൻസറി പ്രോസസ്സസ് ത്രെഷോൾഡ്സ് അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ടോപ്പിക് 8 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഹയർ റെലവൻസ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക് ആണ്. അതായത് യൂണിറ്റ് 4 തന്നെ പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആൻഡ് കോൺസ്റ്റൻസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് 12 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ റെലവൻസ് വളരെ ഹൈ ആണ്. സോ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇല്യൂഷൻസ്, ഡെപ്ത് പെർസെപ്ഷൻസ് ആൻഡ് പെർസെപ്ച്വൽ എറേഴ്സ്. 11 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് ആൻഡ് ഹൈ റെലവൻസ് ആണ് കാണിക്കുന്നത്. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ യൂണിറ്റ് 5 കൺസെപ്റ്റ്സ്, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് 13 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈ റെലവൻറ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി യൂണിറ്റ് 5 തന്നെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് 10 ടൈംസ് ആണ് ഹൈ റെലവൻസ് ആണ് വന്നിട്ടുള്ളത്. ഇനി ക്രിയേറ്റിവിറ്റി ആൻഡ് ലാംഗ്വേജ് 9 ടൈംസ് മീഡിയം റെലവൻസ് ആണ് വന്നിട്ടുള്ളത്. ഇനി യൂണിറ്റ് 6 വരുമ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പിൾ 10 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഹൈ റെലവൻസ് ആണ്. യൂണിറ്റ് 6 തന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ് ആൻഡ് സ്കെഡ്യൂൾസ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് 12 ടൈംസ് വന്നിട്ടുണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെലവൻസ് ആണ്, ഹൈ റെലവൻസ് ആണ് കാണിക്കുന്നത്. കോഗ്നിറ്റീവ് ആൻഡ് ഒബ്സർവേഷണൽ ലേണിംഗ് 8 ടൈംസ് വന്നിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ്. ഇനി യൂണിറ്റ് 7 വരുമ്പോൾ മോഡൽസ് ആൻഡ് ടൈപ്സ് ഓഫ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് 12 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് അതിന് ഹൈ റെലവൻസ് ഉണ്ട്. ഇനി യൂണിറ്റ് 7 എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് 11 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. വിച്ച് മീൻസ് അതിനും ഹൈ റെലവൻസ് ഉണ്ട്. ഇനി യൂണിറ്റ് 7 വരുമ്പോൾ ഫോർഗെറ്റിംഗ് ആൻഡ് മെമ്മറി എൻഹാൻസ്മെന്റ് സ്ട്രാറ്റജീസ് 10 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. അതിനും ഹൈ റെലവൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 5 വരുമ്പോൾ മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ, യൂണിറ്റ് 8 വരുമ്പോൾ കൺസെപ്റ്റ് ആൻഡ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് 9 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. മീഡിയം റെലവൻസ് ആണ്. ആൻഡ് യൂണിറ്റ് 8 തന്നെ തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് 11 ടൈംസ് വന്നിട്ടുണ്ട്. ഹൈ റെലവൻസ് ആണ്. ആൻഡ് തിയറീസ് ആൻഡ് കോമ്പോണൻസ് ഓഫ് ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് 10 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. അതിനും ഹൈ റെലവൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസിൽ ഓരോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും എത്ര ടൈംസ് ആണ് നമ്മുടെ പാസ് പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിന്റെ റെലവൻസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. സോ ഹൈ റെലവൻസ് എന്ന് പറയുമ്പോൾ 10 ഓർ മോർ ടൈംസ് അതിന്റെ അപ്പിയറൻസ് കാണാൻ പറ്റും. ഒരു മീഡിയം റെലവൻസ് എന്ന് പറയുമ്പോൾ ഒരു 5 to 9 ടൈംസ് ആയിരിക്കും അതിന്റെ അപ്പിയറൻസ്. ആൻഡ് ലോ റെലവൻസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 5 അപ്പിയറൻസ് ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഒരു ബാർ ചാർട്ട്, അതായത് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്ക് വൈസ് ആ ക്വസ്റ്റ്യൻസിന്റെ ഒരു ബാർ ചാർട്ട് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 1 നമുക്കൊരു ആവറേജ് ഒരു 40 അല്ലെങ്കിൽ ഒരു 30 to 40 ഉള്ളിലാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ്, ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ആ ഒരു ചാൻസ് കാണുന്നത്. അതുപോലെ ബ്ലോക്ക് 2 ഒരു ബ്ലോക്ക് 1 കുറച്ചും കൂടെ കൂടുതൽ ഒരു 45 to 50 ടൈംസ് അല്ലെങ്കിൽ ഒരു 45 to 50 ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ ബ്ലോക്ക് 3 കുറച്ച് കുറവാണ്. ബ്ലോക്ക് 4 ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ റെലവൻസ് വരുന്നത്. ബ്ലോക്ക് 5 ഓൾസോ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി ഹീറ്റ് മാപ്പ് സമ്മറി, ബ്ലോക്ക് യൂണിറ്റ് വൈസ് ഹീറ്റ് മാപ്പ് ആണ് പറയുന്നത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്ക് വൈസ് എത്രത്തോളം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്നത് ഒരു ആവറേജ് റെലവൻസിലാണ്. അതുപോലെ ബ്ലോക്ക് 2
ആൻഡ് 3, 4 ആൻഡ് 5 തീരെ റെലവൻസ് ഇല്ല, അതായത് അത്ര ഇമ്പോർട്ടൻറ്റ് അല്ല എന്നാണ് പറയുന്നത്. ഹീറ്റ് മാപ്പ് അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ കുറവാണ് ഈ ഒരു ബ്ലോക്സിൽ നിന്ന്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 2ൽ നിന്ന് ഇതുപോലെ ഒരു ആവറേജ് ആണ്. ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4, ബ്ലോക്ക് 5ലൊക്കെ വരുമ്പോൾ യൂണിറ്റ് 2 ആൻഡ് 3നൊക്കെ വലിയ റെലവൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ റെലവൻസ് ഉള്ളത് ബ്ലോക്ക് 2ലെ യൂണിറ്റ് 4, അതുപോലെ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 5, ബ്ലോക്ക് 4ലെ യൂണിറ്റ് 6, യൂണിറ്റ് 7 ആൻഡ് ബ്ലോക്ക് 5ലെ യൂണിറ്റ് 8നാണ് നമുക്ക് കൂടുതലായിട്ടുള്ള അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഈ പറഞ്ഞ യൂണിറ്റ്സിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. ഓക്കെ, സോ ഇനി ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ഫോർ 10 മാർക്ക് ആൻസേഴ്സ്. അതായത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഹൈ ഈൽഡ് ടോപ്പിക്സ്, നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. തിങ്കിങ്, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് യൂണിറ്റ് 5ലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 10 മാർക്ക് ആൻസേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് എക്സ്പ്ലെയിൻ സ്റ്റേജസ്, അല്ലെങ്കിൽ സ്റ്റെപ്സ്, അല്ലെങ്കിൽ ഡിസ്കസ് ടൈപ്സ്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് വിത്ത് ഇല്ലസ്ട്രേഷൻസ് എന്നിട്ട് പറഞ്ഞിട്ടുള്ള ലോങ് ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ആണ് ഈ ഒരു യൂണിറ്റ് 5 തിങ്കിങ്, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് നിന്ന് വരുന്നത്. അതുപോലെ യൂണിറ്റ് 6 ആൻഡ് 7 ലേണിംഗ് ആൻഡ് മെമ്മറി മോഡൽസ്, ക്ലാസിക്കൽ വേഴ്സസ് ഓപ്പറന്റ് കണ്ടീഷനിങ്, പിന്നെ മേജർ ആയിട്ടുള്ള മെമ്മറി മോഡൽസ് ഉണ്ട്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വിത്ത് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഫുൾ ലെങ്ത്തിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അതുപോലെ തന്നെ യൂണിറ്റ് 4ൽ നിന്ന് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആൻഡ് ഇല്യൂഷൻസ്, കൺസെപ്ച്വൽ, അതായത് കൺസെപ്ച്വൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വിത്ത് ഡയഗ്രംസ് ആൻഡ് എക്സാമ്പിൾസ്. ഭയങ്കര കോമൺ ആണ് യൂണിറ്റ് 4ൽ നിന്ന് ചോദിക്കുന്നത്. ഇനി വരുന്നതാണ് യൂണിറ്റ് 2ൽ നിന്ന് ബ്രാഞ്ചസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് സൈക്കോളജി. ഇതും ഫ്രീക്വന്റ്ലി ആസ്ഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതാൻ. ഇനി ബയോളജിക്കൽ ബേസിസ്, നമുക്കറിയാം ന്യൂറോൺ ബ്രെയിൻ യൂണിറ്റ് 3ൽ വരുന്ന ടോപ്പിക് ആണ് ഇത്. സോ ഇതും ഒരു 5 മാർക്ക് ഓർ ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ തിയറീസ് യൂണിറ്റ് 8ൽ നിന്ന്. അതായത് തിയറിസ്റ്റിന്റെ പേരുകള്, അസംഷൻസ്, കീ കൺസെപ്റ്റ്സ് ഒക്കെ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി വരുന്നത് ഓട്ടോമേറ്റഡ് ക്വസ്റ്റ്യൻ ടൈപ്പ്. ഓക്കെ, അതായത് ഈ ഒരു എങ്ങനെയാണ് നമ്മുടെ പേപ്പറിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നതെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ സിംഗിൾ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ആദ്യം 10 മാർക്കിന്റെ ഒരു സിംഗിൾ, അതായത് 300 വേർഡ്സിൽ എഴുതണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ 10 മാർക്സിന്റെ 300 വേർഡ്സിന്റെ ചോദിക്കുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് 3+7. അതായത് ഒരു പാർട്ട് ഓഫ് ക്വസ്റ്റ്യന് 3 മാർക്കും, അതായത് ഒരു ഷോർട്ട് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് അതിന്റെ തന്നെ അടുത്ത പാർട്ട് ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ. അപ്പൊ 10 മാർക്ക് ഫുൾ ആയിട്ടും ചോദിക്കാം. 10നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3+7 എന്ന രീതിയിലും ചോദിച്ചിട്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് 5+5, അതായത് 300 വേർഡ്സ് തന്നെ 10 മാർക്സിന്റെ, അതായത് 150 വേർഡ്സ് ഈച്ച്. അപ്പൊ 300 എന്ന് പറയുമ്പോൾ ഒരു പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ 150 വേർഡ്സ്, മറ്റേ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ 150 വേർഡ്സ്, അങ്ങനെ 300 വേർഡ്സ് ആയിട്ട് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും 5+5 എന്ന രീതിയിൽ. ഇനി ഷോർട്ട് നോട്ട്സ് ആയിട്ട് ചോദിക്കുന്നത്, അതായത് 2 ടോപ്പിക് വെച്ചിട്ട്, അതായത് ഒരു ടോപ്പിക്കിന് 5 മാർക്ക്, അടുത്ത ടോപ്പിക്കിന് 5 മാർക്ക് എന്ന രീതിയിലാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമ്മള് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ 4 മേജർ ഫോർമാറ്റ്സ്. ഓക്കെ, 4 രീതിയിൽ ചോദിക്കാവുന്ന ഫോർമാറ്റിനെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ സിംഗിൾ 10 മാർക്ക് എസ്സേ ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞ പോലെ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്കിന്റെ സിംഗിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഡിസ്കസ് എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടോ 300 വേർഡ്സിൽ 10 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ മെയിൻ ആയിട്ട് എക്സാമിനേഴ്സ് എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ ക്ലിയർ ഡെഫിനിഷൻ, അതുപോലെ അതിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ കുറച്ചുകൂടെ ഒരു അതിന്റെ അണ്ടറിൽ വരുന്ന ഹെഡിങ്സ് ഒരു 4 to 6 മേജർ പോയിന്റ്സ് ആയിട്ട് നമ്മളൊരു സ്മോൾ ഹെഡിങ്സ് പോലെ കൊടുത്തിട്ട് എഴുതുക. അതുപോലെ
അപ്ലിക്കേഷനോ എക്സാമ്പിളോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുക. ഇനി ഈ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യനെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സ്പ്ലിറ്റ് 3+7 ലോങ് ആൻസർ. അതായത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ഒരു പാർട്ടും 7 മാർക്കിന്റെ വേറൊരു പാർട്ടും ആയിട്ടാണ് ചോദിക്കുക. അതായത് 3 മാർക്കിന്റെ ഒരു പാരഗ്രാഫ് രീതിയിൽ എഴുതാനും ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ എന്ന രീതിയിൽ 3 to 4 പാരഗ്രാഫ്സ് എന്ന രീതിയിലാണ് എഴുതേണ്ടി വരിക. അങ്ങനെ 300 വേർഡ്സ് ഇൻ ടോട്ടൽ. ഇനി സ്പ്ലിറ്റ് 5+5 കൺസെപ്ച്വൽ പെയർ. സോ ഇതിൽ പറയുന്നത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ടു ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിലാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് 150 വേർഡ്സ് ഈച്ച്, അതായത് ഒരു പാർട്ടിൽ 150 വേർഡ്, അടുത്ത പാർട്ടിൽ 150 വേർഡ് എന്ന രീതിയിലാണ് എഴുതേണ്ടത്. സോ അങ്ങനെ 5+5 കൺസെപ്ച്വൽ പെയർ. ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. അതായത് 5+5 തന്നെ, പക്ഷെ 2 ടോപ്പിക് ആയിട്ടാണ് ചോദിക്കുക. അപ്പോൾ ഇതിൽ ഒരു പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യന് 5 മാർക്കും, അതായത് 150 വേർഡ്സ്, അടുത്ത പാർട്ടിന് 5 മാർക്ക് 150 വേർഡ്സ്. ഇതിലും ഇതുപോലെ നല്ല ഒരു പാരഗ്രാഫ് എന്ന രീതിയിൽ 1-2 പാരഗ്രാഫ് എന്ന രീതിയിൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ടറി ഡെഫിനിഷനും മെയിൻ ആയിട്ടുള്ള പോയിന്റ്സും എക്സാമ്പിൾസും ഗുഡ് ഹെഡിങ്സും എന്നൊക്കെ രീതിയിൽ നല്ല രീതിയിൽ ഈ ഒരു 5+5 എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ അറ്റൻഡ് ചെയ്യാം. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബൈ ബ്ലോക്ക്. ഓക്കെ, ബ്ലോക്ക് വൈസ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ്. സോ ബ്ലോക്ക് 1ലേക്ക് വരുമ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ബ്ലോക്ക് ആവറേജ് മാർക്ക് ഒരു 50 ഔട്ട് ഓഫ് 50 എന്നൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു 8.1 ഒക്കെയാണ് വരുന്നത് ഒരു ആവറേജ് മാർക്സ്. പക്ഷെ ഇതേ ഒരു പേപ്പർ നമ്മളൊരു 100 മാർക്കിന്റെ എക്സാം ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ അതൊരു 16.3% ആണ് ബ്ലോക്ക് 1ന്റെ കോൺട്രിബ്യൂഷൻ. ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ ബയോളജിക്കൽ ആൻഡ് പെർസെപ്ച്വൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിൽ നിന്ന് ഔട്ട് ഓഫ് 50 വരുന്നത് 11.3%, ഔട്ട് ഓഫ് 100 22.5% ആണ് വരുന്നത്. ഇനി ബ്ലോക്ക് 3 കൊഗ്നിഷൻ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് 8.1 ആണ് ഔട്ട് ഓഫ് 50 വരുന്നത്, ആൻഡ് 16.3% ആണ് ഒരു 100 മാർക്കിന്റെ പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ബ്ലോക്ക് 4 ലേണിംഗ് ആൻഡ് മെമ്മറി 11.3% ആണ് ഔട്ട് ഓഫ് 50 ആൻഡ് 22.5% ആണ് ഔട്ട് ഓഫ് 100 വരുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 5നും സെയിം ആണ്, ഔട്ട് ഓഫ് 50 11.3% ആൻഡ് ബ്ലോക്ക് 100 മാർക്സിന്റെ പേപ്പറിൽ ബ്ലോക്ക് 5ന് വരുന്നത് 22.5% ആണ് ഒരു 100 മാർക്ക് പേപ്പറിനെ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു റെലവൻസ് കാണാൻ പറ്റുന്നത്. ഇനി ട്രെൻഡ് വിഷ്വലൈസേഷൻ, അതായത് മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് നമ്മൾ ഇതെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതില് നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്പ്ലിറ്റ് 3+7 അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5+5ന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5+5 ഷോർട്ട് നോട്ട്സും ഉണ്ട്. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏത് ഇയറിലെ പേപ്പേഴ്സിൽ എത്രയൊക്കെ പ്രാവശ്യം വരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിസംബർ 2020 ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് സിംഗിൾ 10 മാർക്ക് എസ്എ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഞാൻ ഏറ്റവും കുറവായിട്ട് കാണുന്നത് ഷോർട്ട് നോട്ട്സിന്റെ 5+5 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു 10 to 20% ഒക്കെ ഉള്ളിൽ സ്പ്ലിറ്റ് 5+5 കോൺസെപ്റ്റും സ്പ്ലിറ്റ് 3+7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമാറ്റും ആണ് കാണുന്നത്. ഇനി ഡിസംബർ 2022 വരുമ്പോൾ ഈ സിംഗിൾ 10 മാർക്സിന്റെ എസ്എ ക്വസ്റ്റ്യൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതായത് 30 to 40% ഉള്ളിലാണ് ഡിസംബർ 2022 ജൂൺ 23 കണ്ടിട്ടുള്ളത്. പിന്നെ അതിന്റെ റെലവൻസ് കുറച്ച് കൂടിയിട്ടുണ്ട്. സിംഗിൾ 10 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യന് ജൂൺ 2024 തൊട്ട് ഡിസംബർ 2024 ജൂൺ 2025 അതിന്റെ റെലവൻസ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്, 60 to 70% തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കുറവായിട്ട് കണ്ടിട്ടുള്ളത് സ്പ്ലിറ്റ് 3+7 എന്ന ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസംബർ 2022 ജൂൺ 2023 വരുമ്പോഴേക്കും കുറഞ്ഞിട്ടാണ് കണ്ടത്. അതായത് ഒരു 10 to 20% ആണ് ഒരു ഡിസംബർ 2024 ജൂൺ 2025 വളരെ കുറവായിട്ടാണ് ഇതിന്റെ ഒരു
ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ്റെ ഒരു റെലവൻസ് കണ്ടിട്ടുള്ളത്. ഇനി പറയുന്നത് ഷോർട്ട് നോട്ട്സിന്റെ, ഞാൻ പറഞ്ഞു ഡിസംബർ 22 തീരെ റെലവൻസ് ഇല്ല, 0% ആണ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അത് ഡിസംബർ 2022 ആയപ്പോഴേക്കും കുറച്ചുകൂടി ഒരു 20-30%, ജൂൺ 2023 ആയപ്പോഴേക്കും ഇതുപോലെ തന്നെ, ആൻഡ് ജൂൺ 2024 തീരെ റെലവൻസ് ഇല്ല, 0% ആണ്. പിന്നെ ഡിസംബർ 2024 ആൻഡ് ജൂൺ 2025 കുറച്ച് ഒരു 10-20% ആണ് അതിന്റെ റെലവൻസ് കാണുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള നമുക്ക് സിംഗിൾ 10 മാർക്ക് എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ്, അതായത് ഇതിന്റെ പാറ്റേൺ ആണ്, ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിന്റെ പാറ്റേൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിംഗിൾ 10 മാർക്ക് എസ്സേസ് എന്തിനാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? അതായത് പിന്നെ സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ബ്രീഫ് ഒരു ഞാനിപ്പോ പറഞ്ഞ പോലെ നമുക്കൊരു മിഡിൽ ഇയേഴ്സ് ഒക്കെ ആയപ്പോഴേക്കും അതിന്റെ ടോട്ടൽ മാർക്സിന്റെ ഒരു 3/4 ഒക്കെ ആയിട്ടാണ് സിംഗിൾ 10 മാർക്സിന്റെ കാണുന്നുള്ളൂ. അതായത് അത് അത്യാവശ്യം ഒരു 60-70% ഓഫ് ദ പേപ്പർ നമുക്ക് സിംഗിൾ മാർക്ക് എസ്സേസ് ആണ് നമ്മൾ ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി 3+7 എന്ന ടൈപ്പിലെ ക്വസ്റ്റ്യന് പിന്നെ എങ്ങനെയാണ് കാണുന്നത്? ലാസ്റ്റ് 2 എക്സാംസിന്റെ ടൈമിൽ അതിന്റെ അപ്പിയറൻസ് വളരെ കുറവാണ് എന്നാണ് കാണുന്നത്. ഓക്കെ, ലാസ്റ്റ് കഴിഞ്ഞ 2 ടേമിന്റെ എക്സാമിൽ നമ്മൾ 3+7 എന്ന ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ 5+5 കോൺസെപ്ച്വൽ പെയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാറ്റേൺ നമുക്ക് കാണുന്നത് എന്താ പറയാ, അത് അത്യാവശ്യം ഇന്റർമീഡിയന്റ് ആയിട്ടാണ് വരുന്നത്. അതായത് വലിയ രീതിയിൽ വരുന്നില്ല, എന്നാലും നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യണം എന്നാണ് പറയുന്നത്. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ക്രിസ്പ് 150 വേർഡ്സിൽ എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കാണുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പ്രിപ്പറേഷൻ ടിപ്പാണ് പറയുന്നത്. ഫോർ എ 3 hour 100 മാർക്ക് പേപ്പർ, ഒരു 3 hourന്റെ 100 മാർക്ക് പേപ്പറിനെ നമ്മൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് 3 hour എന്ന് പറയുമ്പോൾ 180 മിനിറ്റ് ആണ്. അപ്പോൾ 180 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഓരോ 10 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓരോ 10 മാർക്ക് എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ 12 മിനിറ്റ് വീതമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് അങ്ങനത്തെ ഒരു 6 to 7 ആൻസേഴ്സ് എഴുതേണ്ട രീതിയിൽ 12 മിനിറ്റ് വീതം അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി ഒരു 5 മാർക്ക്, അതായത് 5 മാർക്ക് കമ്പണന്റ് ഉള്ള, നമുക്കറിയാം 5+5 ഫോർമാറ്റിൽ അല്ലെങ്കിൽ 3+7 ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസിന് 6 to 7 മിനിറ്റ്സ് വീതം ഓരോ പാർട്ടിനും കൊടുക്കുക എന്നുള്ളതാണ്. 150 വേർഡ്സ് ആണ് നമുക്ക് എഴുതേണ്ട ഓരോ പാർട്ടിലും. അപ്പോൾ ആ ഓരോ പാർട്ടിലും നമ്മൾ ഒരു 6 to 7 മിനിറ്റ്സ് വീതം അതിന് ചെലവഴിക്കുക. ഇനി അറ്റ്ലീസ്റ്റ് ഒരു 20 to 25 മിനിറ്റ്സ് നമ്മൾക്ക് എൻഡില് നമ്മൾ കുറച്ച് ബാക്കി വെച്ചാല് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസേഴ്സ് നമുക്ക് നല്ല രീതിയിൽ, എസ്സേ ആൻസേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യാനും, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനും അല്ലെങ്കിൽ ഡയഗ്രാംസ് ഒക്കെ ആഡ് ചെയ്യാനും ഉള്ള ഒരു ടൈമാണ് ഈ ഒരു ലാസ്റ്റ് 20 to 25 മിനിറ്റ്സ്. സോ ഈ രീതിയിലാണ് നമുക്ക് നമ്മുടെ 3 hour 100 മാർക്ക് പേപ്പർ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി അല്ലെങ്കിൽ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാകും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ലോങ് ആൻസർ തീമിൽ വരുന്ന, നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത ലോങ് ആൻസർ ടൈപ്പിൽ വരുന്ന റെക്കറന്റ് ആയിട്ടുള്ള ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, നേച്ചർ സ്കോപ്പ് ആൻഡ് സയന്റിഫിക് സ്റ്റേറ്റസ് ഓഫ് സൈക്കോളജി. ഇതിന്റെ അപ്പിയറൻസ് 5 times ഓർ മോർ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് പെർസെപ്ഷൻ, സ്റ്റേജസ്, ലോസ് ആൻഡ് ഇൻഡെപ്ത് പെർസെപ്ഷൻ ക്യൂസ്. ഓക്കെ, സോ ഇതിന്റെ കൗണ്ട് വന്നിട്ടുള്ളത് 6 times ഓർ മോർ ആണ്. ഇനി തേർഡ് വന്നിട്ടുള്ളത് എറേഴ്സ് ഇൻ പെർസെപ്ഷൻ ആൻഡ് ടൈപ്സ് ഓഫ് വിഷ്വൽ ഇല്യൂഷൻസ്. ഇത് വന്നിട്ടുള്ളത് 3 or
മോർ ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് തിങ്കിങ്, ഡെസിഷൻ മേക്കിംഗ് ആൻഡ് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് വന്നിട്ടുള്ളത് 4 ടൈംസ് ഓർ മോർ. ഇനി ഫിഫ്ത് വൺ ക്ലാസിക്കൽ കണ്ടീഷനിങ്, തിയറി, പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളത് 3 or more ടൈംസ് ആണ് വന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് സിക്സ്ത് വരുന്നത് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്. ഓക്കെ, ഓപ്പറന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഒക്കെ 2-ൽ കൂടുതൽ പ്രാവശ്യം അപ്പിയറൻസ് കണ്ടിട്ടുണ്ട്. ഇനി സെവൻത് വൺ മെമ്മറി, നേച്ചർ, സ്കോപ്പ്, ടൈപ്സ് ഓർ മോഡൽസ് ഓഫ് മെമ്മറി ഒരു 6 or more ടൈംസ് അപ്പിയറൻസ് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഫോർഗെറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജീസ്, അപ്ലിക്കേഷൻസ് ഫോർ എൻഹാൻസിങ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് 3 or more ടൈംസ് അതിന്റെ അപ്പിയറൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കില് കൺസെപ്റ്റ്സ്, ടൈപ്സ് ആൻഡ് മേജർ തിയറീസ് 4 or more ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് കണ്ടിട്ടുള്ളത്. ആൻഡ് ഫൈനലി ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കില് കൺസെപ്റ്റ്സ്, ടൈപ്സ്, ഫങ്ഷൻസ്, മേജർ തിയറീസ് ഓഫ് ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് 4 or more ടൈംസ് ആണ് അതിൽ അപ്പിയറൻസ് വന്നിട്ടുള്ളത്. ഇനി ഫ്രീക്വൻസി ടേബിൾ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലോങ് ആൻസർ ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ നേച്ചർ, സ്കോപ്പ് ആൻഡ് സയന്റിഫിക് സ്റ്റേറ്റസ് ഓഫ് സൈക്കോളജി ബ്ലോക്ക് 1 യൂണിറ്റ് 1 ടോപ്പിക് അപ്പിയറൻസ് 5 or more ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ 10 മാർക്കിന്റെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ, ലോസ് ക്യൂസ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ബ്ലോക്ക് 2 യൂണിറ്റ് 4 ടോപ്പിക് 6 or more ടൈംസ് ആണ് വന്നിട്ടുള്ളത്. എറേഴ്സ് ഇൻ പെർസെപ്ഷൻ ആൻഡ് വിഷ്വൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഫ്രം ബ്ലോക്ക് 2 യൂണിറ്റ് 4 3 or more ടൈംസ് ആണ് കണ്ടിട്ടുള്ളത്. ഇനി തിങ്കിങ്, ഡെസിഷൻ മേക്കിംഗ്, ക്രിയേറ്റീവ് തിങ്കിങ് സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഫ്രം ബ്ലോക്ക് 3 യൂണിറ്റ് 5 4 or more ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, തിയറി ആൻഡ് അപ്ലിക്കേഷൻസ് ഫ്രം ബ്ലോക്ക് 4 യൂണിറ്റ് 6 3 or more ടൈംസ് ആണ് വന്നിട്ടുള്ളത്. തിയറീസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ലൈക്ക് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഫ്രം ബ്ലോക്ക് 4 യൂണിറ്റ് 6 2 or more ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഫൈനലി മെമ്മറി, നേച്ചർ, സ്കോപ്പ്, ടൈപ്സ്, മോഡൽസ് 6 or more ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി വരുന്നത് ഫോർഗെറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജീസ്, അപ്ലിക്കേഷൻ ഫോർ ഇംപ്രൂവിംഗ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ബ്ലോക്ക് 4 യൂണിറ്റ് 7 നിന്ന് 3 or more ടൈംസ് ആണ് വന്നിട്ടുള്ളത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് കൺസെപ്റ്റ്, ടൈപ്സ്, മേജർ തിയറീസ് more than 4 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് കൺസെപ്റ്റ്സ്, ടൈപ്സ്, ഫങ്ഷൻസ്, തിയറീസ് ഓഫ് ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് 4 or more ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ, അതായത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു 300 വേർഡ് ആൻസർ ഞാൻ പറഞ്ഞു 12 മിനിറ്റ്സ് എടുത്തിട്ട് ഈ 300 വേർഡ് ആൻസർ എങ്ങനെയാണ് എഴുതണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് 2 ടൈംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. സോ ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ആൻഡ് എക്സ്പ്ലോയിറ്റ് ഓവർലാപ്പ്, അതായത് നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് ഭാഗമായിട്ട് പാർട്ടായിട്ടൊക്കെ ചോദിക്കും. ഓക്കെ, ഇപ്പൊ മെമ്മറി പ്ലസ് ഫോർഗെറ്റിംഗ്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്സ് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആവാണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് അതായത് സെയിം കോമൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരേ രീതിയിൽ രണ്ടിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരിക്കലും ഓവർലാപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കുക. ഇനി മിക്സ്ഡ് പേപ്പേഴ്സ്, അതായത് നമ്മൾ മോക്ക് പ്രാക്ടീസിൽ ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള തീമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് 2 or 3 ടൈംസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യന് പേപ്പറിൽ നോക്കിയിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ആ റൈറ്റിംഗ് സ്പീഡും നമ്മുടെ സ്റ്റാമിനയും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി പൈ ചാർട്ട് വെച്ചിട്ട് നമ്മുടെ ലോങ് ആൻസർ ക്വസ്റ്റ്യന്റെ ഒരു ഷെയർ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഫ്രം ഡിസംബർ 2020 ടു ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷനിൽ വന്നിട്ടുള്ള ലോങ് ആൻസർ ക്വസ്റ്റ്യന്റെ ഒരു ഷെയർ ആണ് നമ്മളിവിടെ പൈ ചാർട്ട് രൂപത്തിൽ ഇവിടെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ വന്ന് ഞാൻ ഈ പറഞ്ഞ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻ, അതായത് ടോപ്പ് 10 നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡിസ്കസ് ചെയ്ത ടോപ്പ് 10 ക്വസ്റ്റ്യന്റെ ഷെയർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ 55.6% ഷെയർ ആണ്
നമ്മൾ ഈ ഒരു ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ ഷെയർ ഔട്ട് ഓഫ് 100 വന്നിട്ടുള്ളത് കമ്പയറിംഗ് ടു അതർ ക്വസ്റ്റ്യൻസ് 44.4% ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഒരു 40 ഔട്ട് ഓഫ് 72 ലോങ് ആൻസേഴ്സ് എന്ന രീതിയിൽ, അതായത് ഒരു 56%, ഒരു അപ്രോക്സിമേറ്റ് പറയുകയാണെങ്കിൽ 56% ആണ് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇനി പ്രോബബിലിറ്റി മാട്രിക്സ് ടേബിൾ ആണ്, അതായത് ഒരു പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ് എന്ന രൂപത്തിലാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷനിലെ യൂണിറ്റ് 1-ലെ നേച്ചർ ഡെഫിനേഷൻ ഗോൾസ് ഇൻ സയന്റിഫിക് സ്റ്റേറ്റസ് ഓഫ് സൈക്കോളജി 82% ആണ് അതിന്റെ പ്രോബബിലിറ്റി കാണിക്കുന്നത്. ആ ഒരു ടോപ്പിക്കിന്റെ ഹൈ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇനി യൂണിറ്റ് 1-ൽ തന്നെ സ്കോപ്പ് ആൻഡ് സബ് ഫീൽഡ്സ് ഓഫ് സൈക്കോളജി 68% ആണ് അതിന്റെ പ്രോബബിലിറ്റി. മീഡിയം കാറ്റഗറിയിലാണ് അതിന്റെ ഒരു അപ്പിയറൻസ് വരുന്നത്. ഇനി സൈക്കോളജി യൂണിറ്റ് 1 സൈക്കോളജി ആൻഡ് റിലേറ്റഡ് ഡിസിപ്ലിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിന് 45% ഉള്ളൂ, അതായത് ഒരു മീഡിയം കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇനി യൂണിറ്റ് 2-ലേക്ക് വരുമ്പോൾ മെത്തേഡ്സ് ഓഫ് സൈക്കോളജി, കേസ് സ്റ്റഡി, സർവേ, ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് 55% ആണ് അതിന്റെ ഒരു പ്രോബബിലിറ്റി ആൻഡ് മീഡിയം കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ്. ആൻഡ് യൂണിറ്റ് 2-ൽ എത്തിക്സ് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ച് വെറും 30% മാത്രമേ അതിന്റെ പ്രോബബിലിറ്റി ഉള്ളൂ, വിച്ച് മീൻസ് ലോ കാറ്റഗറിയിൽ പെടുന്നതാണ്. യൂണിറ്റ് 3-ലേക്ക് വരുമ്പോൾ ന്യൂറോൺ, നെർവസ് സിസ്റ്റം ആൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് 52% ആണ് അതിന്റെ പ്രോബബിലിറ്റി ആൻഡ് ഒരു മീഡിയം കാറ്റഗറിയിലാണ് അതിന്റെ അപ്പിയറൻസ്. മീൻസ് കാറ്റഗറി ഒരു മീഡിയം കാറ്റഗറിയിലാണ്. ആൻഡ് തേർഡ് യൂണിറ്റിലെ ബ്രെയിൻ സ്ട്രക്ചേഴ്സ് ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം അതിന്റെ പ്രോബബിലിറ്റി വരുന്നത് 48%, ഒരു മീഡിയം കാറ്റഗറിയിലാണ് അതിന്റെ ആ ഒരു ടോപ്പിക്കിന്റെ റെലവൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് 4-ലെ സെൻസേഷൻ, ത്രെഷോൾഡ്സ് ആൻഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് 62% ആണ് അതിന്റെ പ്രോബബിലിറ്റി, മീഡിയം കാറ്റഗറിയിൽ പെടുന്നതാണ്. പെർസെപ്ച്വൽ യൂണിറ്റ് 4-ലെ പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആൻഡ് കോൺസ്റ്റൻസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് 78% പ്രോബബിലിറ്റി ആണ് അതിന് കാണിക്കുന്നത്, വിച്ച് മീൻസ് ഹൈ കാറ്റഗറിയിൽ പെട്ട ടോപ്പിക്കാണ്. അപ്പൊ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇനി യൂണിറ്റ് 4-ൽ തന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ആൻഡ് മോസ്റ്റ് ഒരു ഹൈ കാറ്റഗറിയിൽ പെടുന്ന ഒരു ടോപ്പിക്കാണ് പെർസെപ്ച്വൽ എറേഴ്സ്, ഇല്യൂഷൻസ് ആൻഡ് ഡെപ്ത് ക്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് 74% ആണ് അതിന്റെ പ്രോബബിലിറ്റി, ഹൈ കാറ്റഗറിയിൽ തന്നെയാണ്. അടുത്ത വേറൊരു ഹൈ കാറ്റഗറിയിൽ പെടുന്ന ടോപ്പിക്കാണ് തിങ്കിങ് കോൺസെപ്റ്റ്സ്, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് 70% ആണ് അതിന്റെ പ്രോബബിലിറ്റി. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് 76% ആണ്, ഹൈ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇനി യൂണിറ്റ് 5-ൽ തന്നെ ലാംഗ്വേജ് ആൻഡ് കൊഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് 58% ആണ് അതിന്റെ പ്രോബബിലിറ്റി, മീഡിയം കാറ്റഗറിയിൽ പെടുന്നതാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് യൂണിറ്റ് 6-ലേക്ക് വരുമ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 72% ആണ് അതിന്റെ പ്രോബബിലിറ്റി കാണിക്കുന്നത്, ഹൈ കാറ്റഗറിയിൽ പെട്ടതാണ്. ആൻഡ് യൂണിറ്റ് 6-ൽ ഓപ്പറന്റ് കണ്ടീഷനിങ് ആൻഡ് റീഎൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂൾസ് 79%, അതിനും അത്യാവശ്യം നല്ല ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് വരുന്ന ഒരു ടോപ്പിക്കാണ്, ഹൈ കാറ്റഗറിയിൽ പെടുന്നതാണ്. ആൻഡ് യൂണിറ്റ് 6-ലെ കൊഗ്നേറ്റീവ് ഓർ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് 64% മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്കാണ്. ഇനി യൂണിറ്റ് 7-ലേക്ക് വരുമ്പോൾ മെമ്മറി മോഡൽസ് ആൻഡ് ടൈപ്സ് ഓഫ് മെമ്മറി 83% പ്രോബബിലിറ്റിയിൽ കാണിക്കുന്നുണ്ട്, ഹൈ കാറ്റഗറിയിൽ പെടുന്ന തന്നെയാണ്, നല്ല ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഹൈ റെലവൻസ് ആയിട്ട് ഹൈ കാറ്റഗറിയിൽ വരുന്ന വേറൊരു ടോപ്പിക്കാണ് യൂണിറ്റ് 7-ലെ ഫോർഗെറ്റിംഗ് ആൻഡ് മെമ്മറി ഇംപ്രൂവ്മെന്റ് സ്ട്രാറ്റജീസ് 71% പ്രോബബിലിറ്റി, ഹൈ കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ്. ഫൈനലി യൂണിറ്റ് 8-ൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മോട്ടിവേഷൻ, കോൺസെപ്റ്റ്സ്, ടൈപ്സ് ആൻഡ് തിയറി 77% പ്രോബബിലിറ്റി ആണ്, ഹൈ കാറ്റഗറിയിൽ തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഇമോഷൻ, കോമ്പണൻസ്, ഫങ്ഷൻസ് ആൻഡ് തിയറീസ് 69% മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ലോങ് ആൻസർ ടൈപ്പിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിന്റെ റെലവൻസ് പെർസെൻറ്റേജ്, പ്രോബബിലിറ്റി പെർസെൻറ്റേജും ഏത് കാറ്റഗറിയിലാണ് അവർ പെടുന്നത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഹൈ ആൻഡ് മീഡിയം ടോപ്പിക്സ്. ഓക്കെ, ജസ്റ്റിഫിക്കേഷൻ, ഫുട് നോട്ട്സ്, അതായത് ഈ ഒരു ഹൈ ആൻഡ് മീഡിയം ടോപ്പിക്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ഒരു മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള പേപ്പറിൽ
ഫുൾ മാർക്ക് 10 മാർക്കിന് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡെഫിനിഷൻ, നേച്ചർ ആൻഡ് സയന്റിഫിക് സ്റ്റേറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്. ഓക്കെ, പിന്നെ ഒരു 5 to 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനിൽ സബ് ഫീൽഡ് ആയിട്ടോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ആയിട്ടോ ഇവർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി അത്രയും എന്താ 5 to 5 പാറ്റേൺ ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സിൽ ഒരു സ്പ്ലിറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അങ്ങനത്തെ മെത്തേഡ് ക്വസ്റ്റ്യൻസ് റെക്കറായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഡെഫിനിഷൻ ബേസ് ആയിട്ടുള്ള ഡയഗ്രം ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു ഫ്രീക്വന്റ് ആയിട്ട് പിന്നെ ന്യൂറൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്കിൽ ഒരു ഡയഗ്രം ബേസ് ചെയ്തിട്ട് നമുക്കറിയാം ന്യൂറോൺസിന്റെ ആ ഒരു ഡയഗ്രാം ആൻഡ് ഡെഫിനിഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ ബ്രെയിൻ ഓർ എൻഡോക്രൈൻ ടോപ്പിക്സ്, ആ ഒരു റിലേറ്റഡ് ടോപ്പിക്സ് ഒരു മോഡറേറ്റ് ഡെപ്തിലാണ്, എസ്പെഷ്യലി ഒരു ഷോർട്ട് നോട്ട് ടൈപ്പിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നത്. ഇനി സെൻസേഷൻ ആൻഡ് അറ്റൻഷൻ ഒരു മിഡ് ലെങ്ത്, ഓക്കെ, ഒരു അത്യാവശ്യം ഒരു 5 മാർക്കിൻ 5 to 5 എന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെൻസേഷൻ ആൻഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്. ഇനി ലോസ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് കോൺസ്റ്റൻസീസ് ഒരു ലോങ് ആൻസർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മൾട്ടിപ്പിൾ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളത്. ഇനി ഇല്യൂഷൻ ആൻഡ് ഡെപ്ത് പെർസെപ്ഷൻ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് നോട്ട്സ് ആയിട്ടും 10 മാർക്കിന്റെ ആൻസേഴ്സ് ആയിട്ടും ഈ ഒരു ടോപ്പിക് ചോദിച്ചിട്ടുണ്ട്. ഇനി കോൺസെപ്റ്റ് ഫോർമേഷൻ ആൻഡ് റീസണിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് എലോബറേറ്റീവ് എസ്സീസ് എന്ന രീതിയിൽ എലോബറേറ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലാണ് ഈ കൺസെപ്റ്റ് ഫോർമേഷൻ ആൻഡ് റീസണിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ചോദിച്ചിട്ടുള്ളത്. ഇനി വരുന്നത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ഒരു 10 മാർക്ക് ക്വസ്റ്റ്യന്റെ രീതിയിൽ ഒരു പാരഗ്രാഫ് എന്ന രീതിയിൽ 300 വേർഡ്സ്, നമുക്കറിയാം 10 മാർക്ക് എന്ന് പറയുമ്പോൾ 300 വേർഡ്സ് എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ചോദിച്ചിട്ടുള്ളത്. ഇനി ലാംഗ്വേജ് ക്വസ്റ്റ്യൻസ്, ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യന് ലെസ് ഓഫൺ ആണ്, അതിന് മാത്രം ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല. എന്നാലും തിങ്കിങ് എന്ന ആ ഒരു പോർഷനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എഴുതേണ്ടി വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ലാംഗ്വേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് എക്സാമ്പിൾസ് ഒക്കെ എന്താ പറയുക ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇനി ഒപ്പാരന്റ് കണ്ടീഷനിങ് ആൻഡ് റീഎൻഫോഴ്സ്മെന്റ് ഒരു മേജർ ആയിട്ട് വരുന്ന ഒരു റെക്കറിംഗ് ടോപ്പിക് ആണ്. അതായത് ഫ്രീക്വന്റ് ആയിട്ട് റെക്കറിംഗ് ആയിട്ട് ചോദിച്ചിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് ഒപ്പറന്റ് കണ്ടീഷനിങ് ആൻഡ് റീഎൻഫോഴ്സ്മെന്റ്. ഇനി വരുന്നത് കോഗ്നീറ്റീവ് ഓർ ഒബ്സർവേഷണൽ ലേണിംഗ് ഓൾട്ടർനേറ്റ് പേപ്പേഴ്സിൽ, അതായത് ഇപ്പൊ ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജൂൺ ടേമിലല്ല, അടുത്ത ഡിസംബർ ടേമിലാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനത്തെ രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ഓൾട്ടർനേറ്റ് പേപ്പേഴ്സിൽ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്. ഇനി മെമ്മറി മോഡൽസ്, നമുക്കറിയാം ലെവൽസ് ഓഫ് പ്രോസസിംഗ്, മൾട്ടി സ്റ്റോർ മോഡൽസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, കാരണം അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ഫോർഗെറ്റിംഗ് കർവ്സ് ആൻഡ് ഇംപ്രൂവ്മെന്റ് സ്ട്രാറ്റജീസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന, മെമ്മറിയിലെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കോംപ്ലിമെന്ററി ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മോട്ടിവേഷൻ കൺസെപ്റ്റ്സും തിയറീസും എസ്സേയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഇനി ഇമോഷൻസ് എടുക്കുമ്പോൾ മേജർ തിയറീസ് ആൻഡ് കോമ്പണൻസ് റെഗുലർ ആയിട്ട് പിന്നെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് മോർ ഫ്ലക്ച്വേഷൻ ദാൻ മോട്ടിവേഷൻ, അതായത് മോട്ടിവേഷൻ ഓർ ഇമോഷൻ എന്ന രീതിയിലാണ് ഇങ്ങനെ ചോദിച്ച് കാണാറുള്ളത്. ഇനി പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ്, ഓക്കെ, അതായത് ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ്, അതായത് 70% ഓർ മോർ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഈ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യന് ഒരു 4 to 6 കീ പോയിന്റ്സ് മെയിൻ ആയിട്ട് എഴുതുക. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻ ആയിട്ടുള്ള ഒരു 6 പോയിന്റ്സ് എഴുതിയിട്ട് അതിൽ എക്സാമ്പിൾസും ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു മിനി കൺക്ലൂഷനും നമ്മൾ അതിൽ കൊടുക്കുക. അപ്പോൾ ഡെഫിനിഷൻ കൊടുക്കുക, ഒരു 6 കീ പോയിന്റ്സ് കൊടുക്കുക, എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യുക, പിന്നെ അതൊരു മിനി കൺക്ലൂഷൻ എന്ന രീതിയിൽ കൊടുക്കുക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി ഒരു എന്താ പറയാ, ഒരു 10 to 12 മിനിറ്റ്സിന്റെ അണ്ടറിൽ വേണം നമ്മൾ ഈ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടുള്ളൂ. ഇനി ഓരോ ടോപ്പിക്കും നമ്മൾ ഒരു ടീച്ച് ബാക്ക് മെത്തേഡ്, അതായത് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ വേറെ ആരെങ്കിലും പഠിപ്പിക്കുന്ന രീതിയിൽ, അതായത് നമ്മൾ പഠിച്ച കാര്യം വേറൊരാളെ തിരിച്ച് പഠിപ്പിക്കുന്നത്, അതാണ് ടീച്ച് ബാക്ക് മെത്തേഡ്. അപ്പോൾ ഓരോ ടോപ്പിക്സും നമ്മൾ ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അത് നമ്മുടെ മെമ്മറിയിൽ റിറ്റെയിൻ ചെയ്യും.
ഇനി മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സ്, അതായത് 40 to 69% വരുന്ന ആ ഒരു ടോപ്പിക്സ് നമ്മൾ 150 വേർഡ്സിലാണ് ഓരോ ഭാഗവും എഴുതേണ്ടത്. 5 മാർക്കിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 മാർക്കിന്റെ സ്പ്ലിറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അത് ഹെഡിങ്സ് കൊടുക്കുക, എന്നിട്ട് സബ് ഹെഡിങ്സ് ആയിട്ട് നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇനി ഫ്ലാഷ് കാർഡ്സ്, അതായത് നമുക്കറിയാം ഓരോ ടോപ്പിക്കിലും കീ വേർഡ്സ് ഉണ്ടാവും. മെമ്മറിയിൽ തന്നെ നമുക്ക് ഒരുപാട് കീ വേർഡ്സ് ഉണ്ട്. അപ്പൊ ആ കീ വേർഡ്സ് ഒരു ഫ്ലാഷ് കാർഡ്സ് പോലെ എഴുതിയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പഠിക്കാമെന്നാണ് പറയുന്നത്. ഇനി അതായത് നമുക്ക് ഈ ഹൈ പ്രോബബിലിറ്റി ആൻസേഴ്സുമായിട്ട് ഈ ഒരു മീഡിയം പ്രോബബിലിറ്റിനെ കമ്പയർ ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് പോയിന്റ്സ് മാത്രം എടുത്തിട്ട് എഴുതുക, കാരണം നമുക്ക് അതിനുള്ള വെയിറ്റേജും കുറവാണ്. ഓക്കെ. ഇനി ലോ പ്രോബബിലിറ്റി ടോപ്പിക്, അതായത് ഒരു 40% ലെസ് എന്ന് പറയുന്ന ടോപ്പിക്സ് വരുമ്പോൾ അതൊരു ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ്. അതിന്റെ ഡെഫിനിഷൻസിനെ ഒരു 2 to 3 പോയിന്റ്സ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അതായത് ഇപ്പം നമ്മുടെ റിവിഷന്റെ ടൈമിൽ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ബോണസ് ടോപ്പിക് എന്ന രീതിയിലാണ് നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, പക്ഷെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്. ഓക്കെ. കൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ് വേണ്ടത്, അതായത് ആ ടോപ്പിക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ട്, കാരണം ഷോർട്ട് നോട്ട്സ് ആണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം അതിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി, കുറേ ലെങ്തി ആയിട്ട് അതിൽ എഴുതേണ്ട ആവശ്യമില്ല. സോ മെമ്മറൈസിങ് ഡീറ്റെയിലിനെക്കാളും ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്സിന് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. സോ ഇനി പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇവിടെ പറയുന്നത്, അതായത് 50 മാർക്കിന്റെ 2 hour ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഇതിൽ ഡിസംബർ 2025 ഒരു ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയുടെ ഒരു പേപ്പറാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സോ അതിലൊരു എനി 5 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. 300 വേർഡ്സിലാണ്, നമുക്കറിയാം 300 വേർഡ്സിലാണ് ഓരോ ക്വസ്റ്റ്യനും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ളത്. ഓരോ സെക്ഷനിലും അറ്റ്ലീസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും 300 വേർഡ്സിൽ തന്നെയാണ് എഴുതേണ്ടത്. ഈക്വൽ മാർക്സ് ആണ് ക്യാരി ചെയ്യുന്നത്, 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡിസംബർ 2025 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. സെക്ഷൻ 1 വരുന്നത് വാട്ട് ഈസ് സൈക്കോളജി, എക്സ്പ്ലെയിൻ ഇറ്റ്സ് നേച്ചർ ആൻഡ് മേജർ ഗോൾസ് ആൻഡ് ഡിസ്കസ് ഹൗ ഇറ്റ് ക്വാളിഫൈസ് ആസ് എ സയന്റിഫിക് ഡിസിപ്ലിൻ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 2 പാർട്ടിലായിട്ടാണ് 10 മാർക്കിന്റെ കൊടുത്തിട്ടുള്ളത്. സോ സൈക്കോളജി എന്താന്ന് എഴുതുക, പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് അതിന്റെ നേച്ചർ ആൻഡ് മേജർ ഗോൾസ്, പിന്നെ ഒരു സയന്റിഫിക് ഡിസിപ്ലിൻ ആയിട്ട് എങ്ങനെയാണ് സൈക്കോളജിനെ കാണുന്നത് എന്നുള്ള ഇതും നമ്മൾ എഴുതുക. Describe, second one, describe the process of perception and explain any 4 principles of perceptual organization with suitable real life example. അപ്പോൾ ഇതുപോലെ തന്നെ 2 പാർട്ടാണ്. പ്രോസസ് ഓഫ് പെർസെപ്ഷൻ എഴുതാം, പിന്നെ 4 principles of perceptual organization with examples ആണ് ഇവിടെ എഴുതാനുള്ളത്. ഇനി തേർഡ് വൺ, ഡിസ്കസ് ദ സ്റ്റേജസ് ഓഫ് തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഓക്കെ, ഇതിനും 2 പാർട്ടായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്, സ്റ്റേജസ് ഓഫ് തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഇസ് ഹൗ ഡു കോഗ്നിറ്റീവ് ബയാസസ് ഇൻഫ്ലുവൻസ് ഡിസിഷൻ മേക്കിംഗ് ഇൻ എവറിഡേ ലൈഫ്. സോ മോസ്റ്റ്ലി ഇങ്ങനെ ഒരു 2 പാർട്ടായിട്ടാണ് 10 മാർക്കിന്റെ 2 പാർട്ടായിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ അത് 3+7 ആയിട്ടോ 5+5 ആയിട്ടോ ഒക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ അതൊരു 3+7 മോഡൽ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സൈക്കോളജി, അതൊരു 3 മാർക്കിന് എഴുതേണ്ട ക്വസ്റ്റ്യനേ ഉള്ളൂ. ബാക്കി 7 മാർക്സ് ഫുള്ള് നമ്മൾ നേച്ചർ ആൻഡ് മേജർ ഗോൾസ്, പിന്നെ സയന്റിഫിക് ഡിസിപ്ലിൻ ആയിട്ട് എങ്ങനെയാണ് സൈക്കോളജിനെ കാണുന്നത് എന്നാണ് നമ്മൾ ആ ഒരു 7 മാർക്സിന് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം വാട്ട് കൈൻഡ് ഓഫ് വെയിറ്റേജ് ആണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിന് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഫോർത്ത് വൺ, ഡിസ്ക്രൈബ് ഓപ്പറന്റ് കണ്ടീഷനിങ്. അതിന്റെ അടുത്ത പാർട്ട്, എക്സ്പ്ലെയിൻ ദ മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് ആൻഡ് ഇല്ലസ്ട്രേറ്റ് ഹൗ ദേ ക്യാൻ ബി യൂസ് ടു മോഡിഫൈ ബിഹേവിയർ ഇൻ എഡ്യൂക്കേഷണൽ ഓർ ഓർഗനൈസേഷൻ സെറ്റിംഗ്. ഇതും ഒരു 3+7 എന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനി സെക്ഷൻ 2 വരുമ്പോൾ, എക്സ്പ്ലെയിൻ എനി 4 മേജർ ബ്രാഞ്ചസ് ഓഫ് ഓർ സബ് ഫീൽഡ്സ് ഓഫ് സൈക്കോളജി, ബ്രിങ്ങിങ് ഔട്ട് ദ ഡിസ്റ്റിങ്റ്റീവ് ഫോക്കസ് ഓഫ് ഈച്ച്. ഇപ്പൊ ഇതൊരു 10 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് 10 മാർക്ക് എന്ന രീതിയിൽ, അതായത് 10 ഒരു പാരഗ്രാഫ് എന്ന രീതിയിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ എഴുതേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് of the central nervous system and the endocrine system. Discuss how they work together to influence human behavior. ഇത് ഒരു 2 പാർട്ടിൽ എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 5+5 എന്ന രീതിയിൽ മാർക്സ് ഇങ്ങനെ കൊടുത്തിട്ട് തന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Distinguish between different types of memory. Describe evidence-based strategies that can help students improve their retention and recall. ഇതൊരു 5+5 എന്ന രീതിയിൽ 150 വേർഡ്സ് ഈച്ച് ആയിട്ട് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫൈനലി 8th question, write short notes on the following
ഇൻ അബൌട്ട് 150 വേർഡ്സ്. നമുക്കറിയാം ഇതും ഒരു 150 വേർഡ്സിൽ 300 വേർഡ്സ് ആണ് നമ്മുടെ ടോട്ടൽ. അപ്പോൾ എ പാർട്ടിന് 150 വേർഡ്സും ബി പാർട്ടിന് 150 വേർഡ്സ് എന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 10 ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫ്രീക്വൻസി, പ്രോബബിലിറ്റി, എത്ര ടൈംസ് ആണ് നമ്മൾ പാസ് പേപ്പേഴ്സിൽ ഇതിന്റെ അപ്പിയറൻസ് വന്നിട്ടുള്ളതെന്നൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ആ ഒരു ടോപ്പിക്സിനെ മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് ടൈം എല്ലാം നമ്മൾ കറക്റ്റ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും എത്ര ടൈമാണ് അലോട്ട് ചെയ്യേണ്ടത്, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഈ പേപ്പറിനെ നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും എക്സാം എഴുതുക. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.